തന്തൂരി, സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ഫിഷ് തന്തൂരിയാണ് ചെയ്യുന്നത്. അര കിലോ ഫിഷ്, 2.5 ടേബിൾ സ്പൂൺ സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ്, എണ്ണ, ഉപ്പ് ഇത് ചേർക്കുന്നു. ഈ മസാല നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറൊരു മസാലയും നമ്മളായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ എല്ലാം വരുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മളായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് ചേർത്തിട്ടാണ് ഇന്ന് ഫിഷ് തന്തൂരി ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ടോസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ തന്തൂരി ഉണ്ടാക്കാൻ വീടുകളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നിൽ ഗ്രില്ലിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കനലിൽ ചെയ്താലാണ് ശരിക്കുള്ള അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. പക്ഷേ അത് എല്ലാവർക്കും സൗകര്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ടോസ്റ്റർ. ടോസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നോ ഫിഷ് തന്തൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ എടുത്തിട്ടുണ്ട്. മീൻ്റെ തല കളഞ്ഞ് ഞാൻ ടോസ്റ്റർ വെക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ള ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ ഉണ്ട്. അതിലേക്ക് ഫിഷ് കറി ഗ്രേവി മിക്സ്, സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സ്, സാറാസ് ഫിഷ് കറി ഗ്രേവിയാണ്. ഇത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഏകദേശം വേണ്ടി വരും. 2-2.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും. 1 കിലോ ഫിഷാണ്. ഒരു ഭാഗത്ത് കുറച്ച് തേച്ചു, ഇനി കുറച്ച് ഉപ്പ്. ഇനി ഇതിനെ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും ഇതേപോലെ കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. നല്ല മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 2-2.5 ടേബിൾ സ്പൂൺ മസാല നമുക്ക് 1 കിലോ ഫിഷിലേക്ക് ആവശ്യമുണ്ടാവും. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണ്ട. സാധാരണ നമ്മൾ തന്തൂരി ചെയ്യുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതുപോലെ ഫസ്റ്റ് മാരിനേഷൻ, സെക്കൻഡ് മാരിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 2 തരത്തിൽ അങ്ങനെയൊക്കെ കുറേ പ്രോസസ്സ് വരുന്നുണ്ട്. അത് അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഭാഗത്തൂടെ കുറച്ച് ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല നല്ല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് തന്തൂരി ഉണ്ടാക്കാം. സാറാസ് ഫിഷ് കറി ഗ്രേവിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറായി. മസാലയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടോസ്റ്ററിൽ വെച്ചിട്ട് എടുക്കാം. ആദ്യം നമുക്ക് നിർബന്ധമില്ല, എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്താൽ എന്തായാലും ഫിഷല്ല, അപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇനി ഇത് വെച്ച് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യാം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചിന് ക്ലോസ് ചെയ്യുന്ന പോലെ ഫുൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു നമുക്ക് ഈ ഫിഷിന് തട്ടി നിൽക്കുന്ന രീതിയിൽ മാത്രം വെച്ചാൽ മതി. ഫുൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കരുത്, ടോസ്റ്റർ പൊട്ടിപ്പോവുകയുള്ളൂ. നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്രീൻ ലൈറ്റ് ആകുമ്പോഴാണ് ഇതാവുക. ഇനി ഗ്രീൻ ലൈറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൗണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കൂടുതൽ ബ്രൗണിങ് വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ലൈറ്റ് വന്നാലും കുറച്ചധികം സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ടെങ്കിൽ എടുക്കുക. ഇല്ല കുറച്ചും കൂടെ ആവണം എന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് നന്നായിട്ടാവണം, അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം കൊടുത്താൽ മതി. ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്കത് തന്തൂരി ഫിഷ് ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗണിങ് നിങ്ങളെ ഇഷ്ടമാണ്. കൂടുതൽ ബ്രൗണിങ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം കൊടുക്കുക. ഗ്രീൻ ലൈറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് എടുക്കേണ്ട, കുറേ സമയം കൊടുക്കാം. അല്ല കുറച്ചൊരു അധികം ആവണ്ട, അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുക്കാം. ശരിക്കും ഫിഷ് അധികം ഡ്രൈ ആവുന്നതിന്, ചിക്കനെ പോലെയല്ല, ഫിഷ് അധികം ഡ്രൈ ആവുന്നത് അത്ര ടേസ്റ്റി ആവില്ല പലർക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സാറാസ് ഫിഷ് കറി ഗ്രേവി മിക്സാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഇത് മാത്രം ചേർത്തിട്ടുള്ളൂ. അത് ചേർത്തു, കുറച്ച് സമയം ഒന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചു. കുറച്ച് ഉപ്പും ചേർത്തു. പിന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ടോസ്റ്ററിൽ വെച്ചു. ഗ്രീൻ ലൈറ്റ് വന്നപ്പോൾ എടുത്തു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തന്തൂരി ഫിഷ്.